ഹലോ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ വേവ്സിനെ കുറിച്ച് പഠിക്കാനാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് വേവ്സിന്റെ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. വേവ്സ് എന്താണെന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. അപ്പം വേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നല്ല, ഒരു ഡിസ്റ്റർബൻസ് ആണ് നമ്മൾ വേവ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ട് ടൈപ്പ് ഓഫ് വേവ്സ് ഉണ്ട്. മെയിൻ ആയിട്ട് ആദ്യത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ വേവ്, രണ്ടാമത്തെ ടൈപ്പാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇനി ഇവ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഇവ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം ഒരു ചെറിയ കാര്യത്തിലാണ്, അതാണ് മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ. അതായത് ഇവയ്ക്ക് സഞ്ചരിക്കാനുള്ള ഒരു മീഡിയം വേണോ വേണ്ടേ എന്നുള്ളതിൽ വെച്ചിട്ടാണ് ഇവരെ നമുക്ക് വ്യത്യാസം വരുത്തി പറയാൻ പറ്റുന്നത്. മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് സഞ്ചരിക്കാനായിട്ട് ഒരു മീഡിയം വേണം. അതുകൊണ്ട് നമുക്ക് മെക്കാനിക്കൽ വേവ്സിന്റെ ഡെഫിനിഷൻ എന്തെന്ന് പറയാം? Waves that require a medium for propagation are called mechanical waves. അപ്പോൾ ആ വേവ്സിന് സഞ്ചരിക്കാനായിട്ട് ഒരു മീഡിയം ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയും. ഈ മെക്കാനിക്കൽ വേവ്സിന് പിന്നെയും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്നാണ് ട്രാൻസ്വേഴ്സ് വേവ്, മറ്റൊന്നിനെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് വിളിക്കാം. നമുക്ക് ഇവയെക്കുറിച്ച് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അത് നമുക്ക് പഠിക്കാം. ഇപ്പൊ എന്തായാലും തൽക്കാലം നമുക്കൊരു ഇൻട്രോ പാർട്ട് എടുക്കാം. ആദ്യം അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്താ? ഓൾറെഡി പറഞ്ഞു, മെക്കാനിക്കൽ വേവിന് എന്ത് വേണം? ഒരു മീഡിയം ഓഫ് പ്രൊപ്പഗേഷൻ വേണം. അതായത് അവർക്ക് സഞ്ചരിക്കാൻ ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു ആളുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ പ്രത്യേകത എന്താണ്? ഇവർക്ക് സഞ്ചരിക്കാൻ ഒരു മീഡിയത്തിന്റെ ആവശ്യകതയില്ല. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്കുള്ളതാണ് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്, വിസിബിൾ ലൈറ്റ്. അങ്ങനെയുള്ള എല്ലാ വേവ്സും, നമ്മളെ റേഡിയേഷൻസ് എല്ലാം എവിടെയാണ് വരുന്നത്? നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലാണ് വരാറുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ്? നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്, അതായത് മെക്കാനിക്കൽ വേവിന്റെ രണ്ട് തരം വേവുകളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താ, നമുക്ക് ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും. അപ്പം ഇത് രണ്ടിന്റെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഡയറക്ഷൻ ഓഫ് വേവ് പ്രൊപ്പഗേഷൻ, അതായത് വേവ് പോകുന്ന വഴിയും അവരുടെ ഓൾറെഡി എന്താ വേവ് എന്ന് പറയുമ്പോൾ ഒരു വൈബ്രേഷനാണ്, ആ വൈബ്രേഷന്റെ ഡയറക്ഷനും തമ്മിലുള്ള വ്യത്യാസം വെച്ചാണ് നമ്മൾ ഇവർ രണ്ടിനെയും എന്താണ് ഡിഫറെന്റ് ആയിട്ട് പറയുന്നത്. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവ് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ, അതായത് 90 ഡിഗ്രിയിലായിരിക്കും എന്ത് സംഭവിക്കുക? വൈബ്രേഷൻ ഉണ്ടാവുക. അതായത് വേവ് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ അതിന് 90 ഡിഗ്രിന് മുകളിലോട്ട് ഇങ്ങനെ ആയിരിക്കും എന്ത് സംഭവിക്കുക? വൈബ്രേഷൻ ഉണ്ടായിരിക്കുക. അതേസമയം നമ്മളെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടും പാരലൽ ആയിരിക്കും. അതായത് വേവ് ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ അതേ ഡയറക്ഷനിലായിരിക്കും എന്ത് സംഭവിക്കുക? നമ്മളുടെ മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യാം. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് എന്താണ്? നമ്മളെ വേവ് പോകുന്നതിന് 90 ഡിഗ്രി അഥവാ പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അതിലുള്ള പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യാം. അതേസമയം നമ്മളെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെങ്കിൽ വേവ് പോകുന്നതിന് പാരലൽ ആയിട്ടായിരിക്കും എന്ത് സംഭവം ഉണ്ടാവുക? അവിടുത്തെ വൈബ്രേഷൻ ഉണ്ടാവുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്? ഇനി അവരെ കാണാൻ, അഥവാ ഇത് നമുക്ക് രണ്ട് വേവ്സിനെ കണ്ടാൽ തിരിച്ചറിയണമല്ലോ, ആരാ ട്രാൻസ്വേഴ്സ് ആരാ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന്. അപ്പൊ ആദ്യം നമുക്ക് ട്രാൻസ്വേഴ്സ് വേവ് കാണാൻ എങ്ങനെയായിരിക്കും? ട്രാൻസ്വേഴ്സ് വേവിലുള്ള രണ്ടാൾക്കാരാണ് ക്രസ്സും ട്രഫ്സും. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിൽ ആരൊക്കെയുള്ള? ക്രസ്റ്റും ട്രഫും. ഇനി ക്രസ്റ്റ് ആരാ ട്രഫ് ആരാ നോക്കാം. ഒരു ട്രാൻസ്വേഴ്സ് വേവ് കാണാൻ ഇങ്ങനെ ഉണ്ടാവുക. അതിൽ ഈ മുകളിലുള്ള ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്രസ്റ്റ് എന്ന് വിളിക്കുക. ഇനി താഴെയുള്ള ആളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ട്രഫ് എന്ന് വിളിക്കുക. അതേസമയം നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൽ വരികയാണെങ്കിൽ ഇവിടെയുള്ള വൈബ്രേഷൻസ് ഭയങ്കര, ചിലയിടത്ത് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടാവുക, ചിലയിടത്ത് അടുത്തടുത്തായിരിക്കും. അപ്പോൾ ഈ അടുത്തടുത്തുള്ള ആൾക്കാരെ നമ്മൾ കംപ്രഷൻസ് എന്ന് വിളിക്കും, മറ്റേ ആൾക്കാരെ നമ്മൾ റെയർ ഫ്രാക്ഷൻസ് വിളിക്കും. അപ്പം രണ്ടാണുള്ളത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന് നമ്മൾക്ക് അവരുടെ പാർട്സ് എന്ന് പറയുന്നത് കംപ്രഷനും റെയർ ഫ്രാക്ഷനുമാണ്. അതിൽ എന്താണ് അടുത്തടുത്തുള്ള അഥവാ കംപ്രസ് ചെയ്ത് അത് അടുത്ത് ഭയങ്കര കൺജസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ കംപ്രഷൻ എന്ന് പറയുന്ന പാർട്ട്, മറ്റേ ആൾക്കാരാണ് നമ്മളെ റെയർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവരുടെ ഓരോരോ എക്സാമ്പിൾസ് കൂടെ നോക്കാം. നമ്മളെ ട്രാൻസ്വേഴ്സ് വേവിലാണെങ്കിൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് വേവ്സ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്. അപ്പൊ ഇനി നമ്മൾ എന്താ, ട്രാൻസ്വേഴ്സ് വേവ് എന്താന്ന് പറഞ്ഞു, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താന്ന് പറഞ്ഞു. ഇനി അവരുടെ എന്താണ്, എന്തൊക്കെ കണ്ടാണ് അവർ ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ. ഇനി നമുക്ക് എന്താ എക്സാമ്പിൾ കൂടെ വേണം. അപ്പൊ എക്സാമ്പിൾ എന്താ, നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന വേവ്സ്. അതായത് നമ്മളൊരു സ്ട്രിങ് എടുത്ത് അഥവാ ഒരു കമ്പിയോ എന്താ ഒരു വള്ളി പോലത്തെ ഒരു നമ്മളൊരു അങ്ങനത്തെ ഒരു സംഭവം എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവും. എന്നിട്ട് നമ്മൾ അതിൽ ഇങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് കൊടുക്കുമ്പോൾ അവിടെ ഒരു വേവ്സ് ഫോം ആവും. അങ്ങനെയുള്ള വേവ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മളെ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. അതേസമയം ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സൗണ്ട് വേവ്സ്, സീസ്മിക് വേവ്സ്, അങ്ങനെയുള്ള വേവുകളാണ് നമ്മളെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനുള്ള എക്സാമ്പിൾ. അപ്പൊ എക്സാമിന് നിങ്ങൾക്ക് വാട്ട് ആർ ട്രാൻസ്വേഴ്സ് വേവ് എന്നോ അല്ലെ വാട്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്നോ ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താ, അവരുടെ ടൈപ്പ് ഓഫ് വേവ്, അതായത് ആ മീഡിയത്തിലുള്ള എന്താണ്, പെർപെൻഡിക്കുലർ ആണോ പാരലൽ ആണോ ഡയറക്ഷൻ അത് എഴുതുക, ശേഷം ക്രസ്റ്റ് ആണോ ട്രഫ് അത് എഴുതുക, ശേഷം എക്സാമ്പിൾ, അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. അല്ല ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടേബിൾ അതുപോലെ പഠിച്ചിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ
മതിയാകും. അല്ലെ ഈ ഫിഗറും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗർ കൂടെ നോക്കിയേക്കണം കേട്ടോ. ഇത് അത്യാവശ്യം ഏകദേശം കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടണ ഒരു മാർക്ക് വെറുതെ കളയണ്ടല്ലോ, അപ്പൊ എന്തായാലും അത് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ്. അപ്പൊ നമ്മളെ മനുഷ്യന്മാരെ പോലെ തന്നെ എന്താ വേവ്സിന് കുറച്ച് സ്വഭാവ ഗുണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഈ വേവിന്റെ സ്വഭാവങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്കുള്ളത് ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. അതിന് വേവിന്റെ പിക്ചർ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ വേവ്. അപ്പോൾ ഈ വേവില് ആംപ്ലിറ്റ്യൂഡ് എന്നാണ്, അതായത് വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പെട്ട ആദ്യത്തെ നമ്മളെ ക്യാരക്ടർ ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് എന്താണ്? നമ്മുടെ മെയിൻ പൊസിഷൻ, അതായത് ഇതാണ് നമ്മുടെ മെയിൻ പൊസിഷൻ. ഈ ലൈനാണ് നമ്മുടെ മെയിൻ പൊസിഷൻ. ഈ മെയിൻ പൊസിഷനിൽ നിന്നും വരുന്ന ഏറ്റവും കൂടിയ ഡിസ്പ്ലേസ്മെന്റ്, അതായത് അവിടെ നിന്നും വേവിന് പോകാൻ പറ്റുന്ന മാക്സിമം ആ ഒരു ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതായത് നമ്മളെ മെയിൻ പൊസിഷനിൽ നിന്നും എ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് നമ്മളെ സ്മോൾ എ, ഇതാണ് എന്ത് നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ ചോദിച്ചു വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ, ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. എന്ത്? ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മെയിൻ പൊസിഷൻ. മെയിൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതായത് മെയിൻ പൊസിഷനിൽ നിന്നും എത്രത്തോളം ഉയരത്തിൽ വേവിന് പോകാൻ പറ്റും, അതാണ് നമ്മളെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പീരീഡ്. എന്താണ് പീരീഡ്? വേവ്സിലെ പീരീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഒരു കംപ്ലീറ്റ് വേവിന് വേണ്ടി എടുക്കുന്ന സമയം. ഇനി ഒരു കംപ്ലീറ്റ് വേവ് എന്താണെന്ന് അപ്പൊ ചോദ്യം വരും. കംപ്ലീറ്റ് വേവ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒരു ക്രസ്റ്റും ഒരു ട്രഫും, അതായത് ഇത് രണ്ടും ചേരുന്ന ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ഒരു പീരീഡ് എന്ന് പറയുന്നത്, ഒരു കംപ്ലീറ്റ് വേവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് വേവ്, അതായത് ഒരു ക്രസ്റ്റും ഒരു ട്രഫും കഴിയാൻ എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിന് വേണ്ടിയുള്ള ടൈമിനെ നമ്മൾ പീരീഡ് എന്ന് പറയും, അഥവാ ടൈം പീരീഡ് എന്ന് പറയും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമില്ല, നമ്മളിപ്പം പറഞ്ഞ പീരീഡിന്റെ നേരെ റിവേഴ്സ് ആണ്. അതായത് നേരത്തെ എടുത്ത ഒരു കംപ്ലീറ്റ് സൈക്കിളിന് എത്ര സമയം വേണ്ടി വന്നു നമുക്ക് തോന്നി. ഇപ്പൊ ഫ്രീക്വൻസിയിലാകുമ്പോൾ ഒരു സെക്കൻഡിൽ എത്ര വേവ് കംപ്ലീറ്റ് ചെയ്തു, അതായത് ഒരു സെക്കൻഡ് ടൈമിൽ എത്ര ക്രസ്റ്റും ട്രഫും ഉണ്ടായി, അതാണ് നമ്മളുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫ്രീക്വൻസിയും പീരീഡും തമ്മിൽ മാറിപ്പോയുള്ള ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ട് പഠിക്കാം. അപ്പൊ നമ്മൾ ആദ്യം വേവ്സിന്റെ 3 ക്യാരക്ടേഴ്സ് ആണ് ഇപ്പൊ പഠിച്ചത്: ആംപ്ലിറ്റ്യൂഡ്, പീരീഡ്, ഫ്രീക്വൻസി. അപ്പൊ ഇനി നമുക്ക് വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് കൂടെ ഉണ്ട് ബാക്കി. അപ്പൊ ഇനി നമുക്ക് അതിലോട്ട് കിടക്കാം. അടുത്ത നമ്മളുടെ ക്യാരക്ടറാണ് വേവ് ലെങ്ത്. അപ്പൊ നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേവ് ലെങ്ത് എന്താണ്? വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, the distance between two successive particles in the same phase of vibration, or the distance between two consecutive crusts or two consecutive troughs. അതായത് ഒരു വേവ് എടുക്കുമ്പോൾ അതിലുള്ള കൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇവിടെ ഇതൊരു ക്രസ്റ്റ് ആണ്, ഇതൊരു ക്രസ്റ്റ് ആണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? വേവ് ലെങ്ത്. അല്ലെങ്കിൽ ഒന്നിൽ 2 ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കണം, അല്ലെ 2 ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കാം. അതിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയാം. ഇനി വേവ് ലെങ്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ എന്ന് വെച്ചിട്ടാണ്. ഇതാണ് നമ്മളെ വേവ് ലെങ്തിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ സൈൻ എന്ന് പറയുന്നത്. ഇനി വേവ് ലെങ്തിന്റെ SI യൂണിറ്റ് ഫിസിക്സിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമാണ്. SI യൂണിറ്റ്സ് പഠിച്ചിരിക്കുക. നിങ്ങൾ ഏതൊരു പുതിയ സാധനത്തെ കുറിച്ച് പറഞ്ഞാലും അതിന്റെ SI യൂണിറ്റ് പഠിച്ചിരിക്കണം. ഇനി നമ്മളെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസിന്റെ SI യൂണിറ്റ് നമുക്കൊക്കെ അറിയാം, എന്താണ്? മീറ്റർ ആണ്. നമ്മൾ M വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഇനി നമ്മളെ ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് നമ്മൾ വരാണ്. അടുത്ത ക്യാരക്ടറിസ്റ്റിക് ആണ് വേവ് വെലോസിറ്റി. വേവ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡ് സമയത്തിൽ നമ്മളെ വേവ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അതാണ് നമ്മളുടെ വെലോസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇവിടെ അത് തന്നെയാണ്, പക്ഷെ ഇത് വേവിന്റെ ഡിസ്റ്റൻസ് പെർ ടൈം ആണ്. ഇനി എന്താ വെലോസിറ്റിയുടെ യൂണിറ്റ് എന്നാ നമുക്കറിയാം, മീറ്റർ പെർ സെക്കൻഡ്. അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സാ പഠിച്ച? നമ്മൾ 5 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. ആദ്യം നമ്മൾ പഠിച്ചു ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന്, പിന്നെ നമ്മൾ പറഞ്ഞു ടൈം എന്താണ്, അല്ലെ ടൈം പീരീഡ് എന്താണ്, മൂന്നാമത് നമ്മൾ പഠിച്ചു ഫ്രീക്വൻസി എന്താണ്, നാലാമത് വേവ് ലെങ്ത് എന്താണ്, അഞ്ചാമത് വേവ് വെലോസിറ്റി എന്താണ്. ഇതിൽ ഓരോ സംഭവങ്ങളും എന്താണെന്ന് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കുക, അത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം, അഥവാ നമ്മുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോകാം. നമ്മുടെ ലാസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതിൽ 5 ക്യാരക്ടർ പറഞ്ഞതിൽ 3 ആൾക്കാർ, വേവ് സ്പീഡ്, ഫ്രീക്വൻസി, വെലോസിറ്റി. ഈ 3 ആൾക്കാർ, വേവ് സ്പീഡ് അഥവാ വേവ് വെലോസിറ്റി രണ്ടും ഒന്ന് തന്നെ കേട്ടോ. ഇനിയിപ്പം കൺഫ്യൂഷൻ അടിക്കണ്ട, ടീച്ചർ നേരത്തെ സ്പീഡാണല്ലോ വെലോസിറ്റി പറഞ്ഞിട്ട് ഇപ്പൊ എന്താ സ്പീഡ് പറയുന്നത്? 3 ഒന്ന് തന്നെ, 2 ഒന്ന് തന്നെ കേട്ടോ. അപ്പൊ നമ്മൾ വേവ് സ്പീഡ്, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ഇത് 3ഉം തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് പറയാൻ പോകുന്നത്.
അപ്പം അത് നമ്മളുടെ റിലേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവ് സ്പീഡ് v ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത് ലാംഡ ഇൻറ്റു ഫ്രീക്വൻസി. അപ്പൊ എന്താണ് റിലേഷൻ? വേവ് സ്പീഡ് v ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത് ലാംഡ ഇൻറ്റു ഫ്രീക്വൻസി. സ്പീഡിനെ നമ്മൾ v വെച്ച് ഡിനോട്ട് ചെയ്യുന്നു, വേവ് ലെങ്ത് നമ്മൾ ലാംഡ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു, ഫ്രീക്വൻസി നമ്മൾ f വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് റിലേഷൻ വരുന്നത്. ഇനി നമ്മൾ ഇതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട, ഇത് പ്രോബ്ലത്തിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. നമുക്ക് ചിലപ്പോൾ വെലോസിറ്റിയും ഫ്രീക്വൻസിയും തന്നിട്ട് ലാംഡ ചോദിക്കാം. അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു പേടിയും വേണ്ട, ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, എടുത്തെഴുതുക, ചെയ്യുക. നമുക്ക് എന്തായാലും ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ടീച്ചറിന്റെ ഒരു വിശ്വാസം. നമ്മൾ അതിനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്തായാലും വരുന്നതായിരിക്കും. ഇനി അടുത്ത നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇത് ഇനി അടുത്ത പാർട്ട് പറയുന്നത് ഇതിന്റെ ഒരു MCQ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ചോയ്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ എഴുതേണ്ട കാര്യമാണ്. ഇഫ് സ്പീഡ് ഈസ് എ കോൺസ്റ്റന്റ്, നമ്മുടെ ഈ v എന്ന് പറയുന്ന ആള് കോൺസ്റ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്ത് സംഭവിക്കും? ലാംഡ ഇൻറ്റു എഫ് എന്ന് പറയുന്ന വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിപ്പോ. അതൊരു കോൺസ്റ്റന്റ് ആയിപ്പോയാൽ നമുക്ക് എന്തെന്ന് എഴുതാൻ പറയും? ലാംഡ വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഫ്രീക്വൻസി വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 ലാംഡ. അതായത് നമ്മളെ വേവ് സ്പീഡിനും ഫ്രീക്വൻസിയും വേവ് ലെങ്തും നമ്മളെ റിലേഷനിൽ നമ്മൾ പറഞ്ഞു v ഈസ് ഈക്വൽ ടു വേവ് ലെങ്ത് ഇൻറ്റു ഫ്രീക്വൻസി ആണ്. അതിൽ നമ്മളെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ, ഇൻ കേസ് അത് കോൺസ്റ്റന്റ് ആണെന്നൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് മനസ്സിലാക്കണം? ഫ്രീക്വൻസിയും വേവ് ലെങ്തും പിന്നെ തമ്മിലുള്ള ബന്ധം എന്താണ്? അതായത് അവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ കുറയും. അതിനാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എന്താണ്? വേവ് ലെങ്തിൽ ഡിക്രീസ് ഉണ്ടായിക്കൊണ്ട് ഇരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളിത് വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല, കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വേവ്, ആ സൗണ്ട് വേവ്സ് എന്ന ചാപ്റ്ററിലെ വേവിൻ്റെ എല്ലാ ബേസിക് സാധനങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്സിൽ നമുക്ക് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കൂടുതലായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ.